എന്താ മോനെ, ലാലേട്ടൻ്റെ പുതിയ സിനിമയാണ്. ടീച്ചർ വന്നിട്ട് വൃഷഭ എന്ന സിനിമ വരും. ഒരു തെലുങ്ക് സിനിമ എന്ന് തോന്നുന്നു എനിക്ക്. ഏതാ എൻ്റെ ഒറിജിനൽ ലാംഗ്വേജ് ഏതാണെന്ന് അറിയില്ല. മോഹൻലാൽ ആസ് എ കിങ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് വൃഷഭ. നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു സിനിമയാണ്. ഐ തിങ്ക് പലർക്കും അറിയില്ല മോഹൻലാൽ ഇങ്ങനെ സിനിമ ചെയ്യണത്, ലാലേട്ടൻ സിനിമ ചെയ്യണത് പലർക്കും അറിയില്ല. ഞാൻ തന്നെ ഇപ്പോഴേ അറിയണം. ഞാൻ തന്നെ അങ്ങനെ എനിക്കും വലിയ കാര്യമായിട്ട് അറിയണ്ടായിരുന്നു ഒരു സിനിമ. ഞാൻ മറന്നു സത്യം ഈ സിനിമയെക്കുറിച്ച്. ഇത് ഈ വർഷം തന്നെ ഇറങ്ങാൻ ഇരിക്കുന്ന സിനിമയാണ്. പിന്നെ അടുത്ത വർഷം ദൃശ്യം 3. ലാലേട്ടൻ്റെ ഇയർ സത്യം 2025. ഹൃദയപൂർവ്വം നല്ല രീതിയിൽ ഓടുന്നുണ്ട്. പിന്നെ ലോകം ഹൃദയപൂർവ്വം കമ്പയർ ചെയ്യുന്നവരും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം എന്തായാലും വൃഷഭയുടെ ടീസർ വന്നിട്ടുണ്ട്. ഏകദേശം 1 മിനിറ്റ് 43 സെക്കൻഡ് ഏതായാലും ടീസർ കണ്ട് ബാക്കി സംസാരിക്കും. കണക്ട് നല്ല വിഷയം. അവിടെ മ്യൂസിക് നല്ല ഫ്രെയിം ഉള്ളത്. ലാലേട്ടൻ മാറി. നല്ല കൺസെപ്റ്റ്. ഓ വൃഷഭ വലുപ്പോട്ട് എന്തായാലും അഖിൽമാരാണോ? ആരും മനസ്സിലായില്ല കേട്ടോ. മാരാറിൻ്റെ ഒരു ബുക്ക് ഉള്ളാട്ടോ. നൈസ്. ദീപാവലി ദീപാവലി ഒരു പൊളിക്കുന്നാണ് എൻ്റെ ഒരു മനസ്സ് പറയുന്നത്. എന്തായാലും അപ്പോൾ വൃഷഭയുടെ ടീച്ചർ കണ്ടു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതൊരു ബറോസ്, ആദ്യം ഇതിൻ്റെ പോസ്റ്ററും സ്റ്റില്ലൊക്കെ വന്നപ്പോൾ ഞാനൊരു അടുത്തൊരു ബറോസ് ആവുന്ന പ്രതീക്ഷിച്ച്. അതേ കളർ ടോൺ, അതേ ടൈപ്പ് ഒരു ആർട്ട് വർക്ക്. എനിക്ക് എവിടെയൊക്കെ ഒരു ബറോസ് ഫീൽ ആദ്യമൊക്കെ അടിച്ചു. പക്ഷെ ഇത് ഞെട്ടിച്ച് അത്ഭുതപ്പെടുത്തി എന്ന് പറയാം. കാരണം ഇതുപോലൊരു സാധനം ഇരിക്കുന്നൊന്നും പ്രതീക്ഷയില്ല. അതൊരു നല്ലൊരു ആർട്ട് വർക്ക്, നല്ല ഫ്രെയിം. നന്ദകിഷോർ എന്നാണ് എൻ്റെ ഡയറക്ടർ. ലാലേട്ടൻ്റെ നായകനാണോ അതോ ജസ്റ്റ് ഒരു ക്യാരക്ടർ പോസ്റ്റർ മാത്രമാണോ എന്നറിയില്ല. ഇത് പുള്ളിയുടെ ബർത്ത്ഡേ ഒന്നുമല്ല. എന്തായാലും നല്ല എനിക്കിഷ്ടമായിട്ടുണ്ട്. സോ ഒരു ഇമ്പ്രഷൻ തരുന്നുണ്ട്. ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുമ്പോൾ ആ രീതിയിൽ ഒരു ടീച്ചർ നൈസായിട്ട് ഒരു ആക്ഷൻ സീനൊക്കെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈവൻ ദോ റോപ്പ് ആണെങ്കിൽ പോലും കാണാൻ പുള്ളിയുടെ ഏജ് കൺസിഡർ ചെയ്യുമ്പോൾ അത് നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് പേഴ്സണൽ ഒപ്പീനിയനാണ്. പലർക്കും അത് ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടാതിരിക്കും. പിന്നെ ചില നടന്മാരുടെ ഫാൻസിനൊന്നും ഇഷ്ടപ്പെടില്ല. അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അത് അതിൻ്റെ ഫാൻ ഫൈറ്റൊക്കെ എൻ്റെ വഴിക്ക് പോട്ടെ. അപ്പോൾ എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ലാതെ ഇത് കാണും. ഞാൻ ട്രോളാൻ വേണ്ടി ഒരു കമൻറ്റിൻ്റെ ടീച്ചർ വന്നു, ട്രോളാൻ വേണ്ടി വന്നിട്ട് ഞെട്ടിച്ച അവസ്ഥയല്ല വന്നത്. ശരിക്കും അതന്നെ എനിക്കും പറയാനുള്ളൂ. ട്രോളാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ശരിക്കും അതിനുവേണ്ടി വന്ന ഞാൻ പോലും എനിക്ക് പോലും എന്തോ പോലെ. എന്തായാലും ലാസ്റ്റ് കളിച്ച അഖിൽമാരാണെന്ന് പറഞ്ഞു. അഖിൽമാരാൻ്റെ ഒരു ക്യാമിയ റോളൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. ലാസ്റ്റ് ആരാന്ന് മനസ്സിലായില്ല. അത് മാരാണെന്ന് തോന്നുന്നു. ഇപ്പം എന്തായാലും എനിക്കിഷ്ടമായി. നല്ല രസമുള്ള ടീച്ചറും. ബറോസ് പോലെ ആവല്ലേ, ഫിംഗേഴ്സ് ക്രോസ്. എന്തായാലും ദീപാവലി റിലീസാണത്. ദീപാവലി വർഷം 25. എനിക്ക് നവംബർ സമയത്താണ് ദീപാവലി എന്ന് തോന്നുന്നു. ദീപാവലി ഇത് നവംബറിലല്ലേ. അപ്പോൾ ദീപാവലി നവംബറിന് ഈ സിനിമയുടെ റിലീസ് പ്രതീക്ഷിച്ചു. എന്തായാലും ഞാനിന്ന് കാണാൻ പോകുന്നുണ്ട് തിയേറ്ററിൽ വേണ്ടി ഉണ്ടാക്കിയ സിനിമയാണ്. പക്ക കാണുമ്പോൾ ഫ്രെയിംസ് ഒക്കെ എല്ലാം അതുപോലെ തന്നെ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ടീച്ചർ കൊണ്ട് ഇഷ്ടപ്പെട്ടത് ജെന്യുവനായിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നും പറയാം. ഓക്കെ ബൈ.